ഷമീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എടുത്തിട്ടുള്ളത് ചുരക്കയാണ്. ചുരക്ക കൊണ്ട് നമ്മൾ മോരുകറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ ചുരക്കയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചുരക്ക കറി വയ്ക്കാനായിട്ട് പോവാം. വീഡിയോയിലേക്ക് 3 പച്ചമുളക് ഇടാം, 3 ചെറിയ ഉള്ളി ഇടാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ചതച്ചെടുക്കാം, ക്രഷ് ചെയ്തെടുക്കാം. നമ്മളൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്, അതിൽ നമുക്ക് ചുരക്ക ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ പച്ചമുളകും ഉള്ളിയും കൂടെ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ചുറ്റിച്ച് കൊടുക്കാം. തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾ മോര് കറിയിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ നമുക്കൊന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു തേങ്ങയുടെ പകുതിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു നുള്ള് ജീരകം, നമുക്ക് നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. വെള്ളം അധികം ഒഴിക്കണ്ട, അരഞ്ഞ് കിട്ടില്ല. നമുക്കൊന്ന് അരച്ചിട്ട് വരാം. നമ്മൾ പാക്കറ്റ് തൈരാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. വലിയ പുളിയൊന്നുള്ള തൈരല്ല ഇത്. നമ്മുടെ ചുരക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത് വെള്ളം വറ്റി നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി തേങ്ങ അരച്ച് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ വെളുത്തുള്ളി ചേർത്തിട്ടില്ല അരച്ചപ്പോൾ. ആവശ്യമുള്ളവർ വേണമെങ്കിൽ വെളുത്തുള്ളി ചേർത്ത് അരയ്ക്കാവുന്നതാണ്. മോര് കറിയല്ലേ, നമ്മൾ ഇത്തിരി വെള്ളം കൂടി ഇരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് തൈര് ചേർത്ത് കൊടുത്താൽ മതി. തൈര് നമ്മൾ അടിച്ച് മോരാക്കി വെച്ചിട്ടുണ്ട്. ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് മോരൊഴിച്ച് കൊടുക്കാം. നമ്മളൊന്ന് അടിച്ചെടുത്തതാണ്. നമ്മൾ മോരൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കണ്ട കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചിലപ്പോൾ പിരിയാൻ സാധ്യതയുണ്ട് തിളച്ച് കഴിയുമ്പോൾ. അതിന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഇറക്കി താളിച്ച് കൊടുക്കുക. കുറച്ച് കുരുമുളക് ഇങ്ങനെ വെറുതെ ഒന്ന് ചതച്ചതാണ്. മോര് കറിയിൽ നമ്മൾ ഇങ്ങനെ കുരുമുളക് ചതച്ച് ചേർക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. അപ്പം എല്ലാവരും ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കൂ. ഇനി താളിച്ച് കൊടുക്കാം. നമ്മൾ താളിക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ കുറച്ചിട്ടാൽ മതി. കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഒടിക്കാണ്ടാണ് ഇടുന്നത്, ചെറിയ മുളകാണ്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഒഴിച്ചു കൊടുക്കാം. രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. നമ്മൾ എന്ത് കറിയും താളിച്ചതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കുക ഇത്തിരി നേരം. അപ്പം നമ്മളെ മോരുകറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചുരക്ക കൊണ്ട് ഉണ്ടാക്കുന്ന മോരുകറി അടിപൊളി മോരുകറിയാണ് കേട്ടോ. നല്ലൊരു മണം വരുന്നത്, നല്ല സൂപ്പർ മോരുകറിയാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇന്നത്തെ നമ്മളുടെ ചുരക്ക കൊണ്ടുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ, ബൈ ബൈ.